ആക്ച്വലി നമ്മൾ മനുഷ്യരായിരിക്കുന്നത് കൊണ്ടും ഈ രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ടും ദൈവത്തിന് മനുഷ്യന്റെ രൂപം അല്ലേ? അതെ. ശരിക്കും ആ രൂപത്തിലായിരിക്കുമോ ദൈവം? നമ്മളിപ്പോ ഉറുമ്പായിരുന്നെങ്കിൽ ദൈവത്തിന്റെ രൂപം ഉറുമ്പായനെ. നമ്മളിപ്പോ ആനയാണെങ്കിൽ ദൈവത്തിന്റെ രൂപം ആനയായിരുന്നേനെ. ഈ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള വിശ്വാസമാണോ സ്നേഹമാണോ? ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയാറ്. ഭയമാണ് ദൈവത്തിന്. അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല. അതാണോ? ഇല്ല, ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോണത് ദൈവത്തിന്റെ അടുത്തേക്കല്ലേ? ഇഷ്ടദൈവന്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്ന കഴിയും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൽ നിന്നുണ്ടായതും ദൈവത്തിന്റെ അടുത്തേക്ക് പോവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതുമാണ് അല്ലേ? നന്നായി ജീവിച്ചാൽ കുറെ കാലം ഇവിടെ ജീവിക്കാം പഠിപ്പിക്കണം. അപ്പൊ മോശമായിട്ട് ജീവിക്കുന്ന കുറച്ച് ഞങ്ങളെ പോലുള്ളവരല്ലേ ദൈവത്തിനെ ശരിക്കും സ്നേഹിക്കുന്നവര്. നമ്മൾ ഇപ്പൊ എന്നോട് പറയും, നീ എന്തിനാണ് ഈ വലിച്ച് സ്വയം ശരീരം കേടാക്കുന്നതെന്ന്. ശരീരം കേടായാൽ പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് എത്താം. ശരിക്കും ദൈവവിശ്വാസികൾ ആരാ? എല്ലാ ദിവസവും നല്ല ദൈവത്തിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാള് ആക്ച്വലി അയാളെയും ദൈവത്തെയും സമൂഹത്തെയും എല്ലാം പറ്റിക്കുകയാണ്. അയാൾക്ക് ദൈവവിശ്വാസമുണ്ടെന്നും ദൈവത്തിൽ സ്നേഹമുണ്ടെന്നും നിത്യമായി ജീവനുണ്ടെന്നും മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിലേക്ക് എത്തുമെന്നും അവൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് മരിക്കാൻ ഭയം അല്ലേ? നമ്മള് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഭൂമിയിൽ ജനിച്ച ദിവസത്തെ കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതിന്റെ തലേദിവസം എന്താ സംഭവിച്ചതെന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ആക്ച്വലി നമുക്ക് ബോധം വരുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണല്ലോ നമ്മുടെ ഭൂമി.